പിണറായി സർക്കാർ മാധ്യമങ്ങൾക്ക് പ്രസ്താവിച്ചതാണോ ഇപ്പോൾ CPM പറയുന്നത് ഉൾപ്പെടെ അതിൽ കോൺഗ്രസ് ഒരു കരുതലോടെയാണോ സ്റ്റാൻഡ് എടുക്കുന്നത്? ദേശീയ തലത്തിൽ നിലപാട് ഇവിടെ വേറെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നോട് അന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാനിതൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ED എങ്ങനെ അന്വേഷിക്കണം, ED റെയ്ഡ് നടത്താമോ, ED ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെൻറ്റിന് എന്ത് ജൂറിസ്ഡിക്ഷനുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോഴും പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ആ നിലപാട് വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPMന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങളതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ED റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ EDയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിൻ്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ, അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയിരുന്നില്ലേ? മനസ്സിലായില്ലേ? കേസല്ലേ. ഇപ്പോൾ CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ. സമൻസ് അയച്ചപ്പോൾ ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ നിലപാട് ഞങ്ങളതിനെ എതിർത്തതാണ്. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങളത് പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കുക. ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച, വൈറ്റ് പേപ്പറിൻ്റെ അവതരണം, ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ, നിരവധി ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ആ കാര്യത്തിലൊരു നടപടി സ്വീകരിക്കും. അതിനു മുൻപേ ഞങ്ങളെല്ലാ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. ഇപ്പോൾ നിലനിൽക്കുക. അത് മാറ്റാനൊരു ഗവൺമെൻറ് ഓർഡർ തന്നെ വേണം. സർക്കുലറാണ് ഇറക്കിയത്. 2015-11-2018 ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലർ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിൻ്റെ മുമ്പിലേക്കൊരു ജാഥയുമായിട്ട് വരുമ്പോൾ ആ ഗേറ്റ് അടയ്ക്കില്ലേ? ആ ഗേറ്റ് അടച്ചിട്ടല്ലേ പ്രതിരോധം തീർക്കുന്നത് അല്ലേ? അതവിടെ ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ സമരങ്ങൾ വരുമ്പോൾ ഗേറ്റ് അടയ്ക്കും.